ഒപ്പം ഇപ്പോൾ TJ ശ്രീലാൽ കൂടി ചേരുന്നുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള മാധ്യമപ്രവർത്തകനാണ്. ശ്രീലാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീലാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആക്രമണം രാജ്യത്ത് വർഗീയ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു എന്ന വിലയിരുത്തൽ അത് സൈന്യം തന്നെ നടത്തി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോയിന്റായി അതിനെ കാണണം, അല്ലേ? തീർച്ചയായും ഹർഷൻ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് വ്യക്തമായി പറയുന്നത്. ഒന്ന്, അതിനകത്ത് ആദ്യം പറയുന്നത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നിലവിൽ വീണ്ടും മുന്നോട്ട് വരുന്ന അവിടെ ഉണ്ടാകുന്ന പുരോഗമനം, അവിടെ ടൂറിസ്റ്റുകൾ 30 ലക്ഷം ടൂറിസ്റ്റുകൾ വന്നു എന്ന് പറയുന്നു കഴിഞ്ഞ വർഷം. ആ ടൂറിസ്റ്റുകളുടെ വരവ് ആ സംസ്ഥാനത്തുണ്ടാക്കുന്ന സാമ്പത്തികമായി ഉണ്ടാക്കുന്ന പുരോഗതി അത് തടയുക എന്നുള്ളത് ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ മാത്രമല്ല ഈ ആക്രമണം ലക്ഷ്യമിടുന്നത്, രാജ്യത്താകമാനം ഈ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടാക്കാനും വർഗീയമായ വേർതിരിവ് ഉണ്ടാക്കാനും നടത്തിയ ആക്രമണമാണ് ഇത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യയെ തന്നെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു പഹൽഗാമിൽ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യമാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചത്. അതേസമയം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന ഈ ആക്രമണം രാജ്യം കാത്തിരുന്ന മറുപടി അത് അതിൻ്റെ എല്ലാ പ്രിസിഷനോടും കൂടി തന്നെയാണ് നടത്തിയിരിക്കുന്നത്, അതിൻ്റെ എല്ലാ കൃത്യതയോടെ. അത് ആക്രമണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ആക്രമണത്തിന് തിരഞ്ഞെടുത്ത പേര്, മറുപടി നൽകാൻ തിരഞ്ഞെടുത്ത പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട കാര്യം, അവിടെ ഹിമാൻഷി നേവാൾ അടക്കമുള്ള ആൾക്കാർ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാത്ത ഓർമ്മയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സിന്ദൂരം മാഞ്ഞതിനുള്ള മറുപടി എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം, അതായത് രാജ്യം നൽകുന്ന മറുപടിക്ക് ആ രാജ്യം അനുഭവിച്ച എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള മറുപടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പേരാണ് ഈ ഓപ്പറേഷൻ ഇട്ടത് എന്നിടത്ത് തുടങ്ങുന്നു ഈ ഓപ്പറേഷൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഓപ്പറേഷൻ്റെ രീതികൾ, ഈ ആക്രമണത്തിൻ്റെ മറുപടിയുടെ എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നതിന് 2 വനിതാ ഓഫീസർമാരെ കൊണ്ടുവന്നു. കേണൽ ഖുറേഷിയും ഒപ്പം തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. കേണൽ ഖുറേഷി എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയെ നയിച്ച് രാജ്യാന്തര മിലിറ്ററി സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈന്യത്തെ നയിച്ച വ്യക്തി കൂടിയാണ് കേണൽ ഖുറേഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളിലും ഇത് ലോകത്തോട് നമ്മൾ മറുപടി പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ മേഖലകളിലും ഈ കാര്യത്തിൽ ഇന്ത്യ അത് ഏത് തലത്തിലാണ് ഈ ആക്രമണത്തെ കണ്ടതെന്നും അതിന് ഏത് തലത്തിലാണ് മറുപടി നൽകാൻ നമ്മൾ ആഗ്രഹിച്ചതും ആ മറുപടി നൽകിയതെന്നും അത് ലോകത്തോട് പറയുന്നത് ഏത് തലത്തിലാകണമെന്നുമുള്ള തീരുമാനമെടുത്തുറപ്പിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് ഒരുപക്ഷെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കുപ്രചാരണങ്ങൾക്കുള്ള മറുപടി എന്നുകൂടി പറയേണ്ടി വരും. വളരെ കൃത്യമായി 15 ദിവസത്തെ സമയമെടുത്തിട്ടുണ്ട്, അവധാനതയോടെ കാര്യങ്ങൾ ചെയ്തു. അത് ലോക സമൂഹത്തെ, ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തെ ആ വിധത്തിൽ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാന്യമായ തിരിച്ചടി, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. വളരെ മാന്യമായി സംയമനത്തോടു കൂടിയുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുക കൂടി ചെയ്യുമ്പോൾ അത് രാജ്യത്തെ ജനങ്ങളോടുള്ള വിശദീകരണം മാത്രമല്ല, പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾക്കുള്ള മറുപടി എന്നുകൂടി കരുതണ്ടേ? തീർച്ചയായും. നോക്കൂ, ഇതിനു മുമ്പ് രാജ്യം മറുപടി നൽകിയത് ബാലാക്കോട്ടാണ്. അതായത് പുൽവാമ ആക്രമണത്തിൻ്റെ മറുപടിയായി രാജ്യം നൽകിയ മറുപടി ബാലാക്കോട്ട് നൽകി. പക്ഷേ അന്ന് രാജ്യത്തിനകത്ത് നിന്ന് പോലും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. എവിടെ ഇതിനുള്ള തെളിവ് എവിടെ? നമ്മൾ ആക്രമിച്ചു, നമ്മൾ മറുപടി നൽകി, നമ്മൾ കൃത്യമായ മറുപടി നൽകി എന്നുള്ളതിന് തെളിവുകൾ എവിടെ എന്നുള്ള ചോദ്യം പല ഭാഗത്തു നിന്നുമുണ്ടായി. അതിന് വ്യക്തമായ മറുപടി നൽകാൻ അന്ന് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞൊന്നുമില്ല. അതിന് മറുപടിയായി അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, രാജ്യം തിരിച്ചടിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ചോദ്യം ചെയ്തവരെ രാജ്യദ്രോഹ നടപടിയാണ് അവർ ചെയ്യുന്നത് എന്ന രീതിയിൽ പരിഹസിക്കാൻ മാത്രമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞത്. അത് പാടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ തുടക്കം മുതൽ, ഇതിപ്പോൾ ഈ ആക്രമണം നടത്തുമ്പോൾ മാത്രമല്ല, ഈ മറുപടി നൽകുമ്പോൾ മാത്രമല്ല, തുടക്കം മുതൽ ഇത് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ പല തലത്തിലുള്ള നടപടികൾ, ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിന് മറുപടി പല തലത്തിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മൾ റദ്ദാക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റ് പല നടപടികളെടുക്കുന്നു, നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുന്നു. അപ്പോഴെല്ലാം ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയും വലിയ ആലോചനകളും രാജ്യത്താകമാനം നടന്നിരുന്നു. ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നാടുനീളം നടക്കുകയല്ല, മറുപടി നൽകാൻ പോവുകയാണ് വേണ്ടതെന്നുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും വരെ ഉണ്ടായി. പക്ഷേ ഗവൺമെൻറ് ആദ്യം ചെയ്തൊരു കാര്യം, എനിക്ക് ഇതിൽ എടുത്തു പറയാനുള്ള കാര്യം, ഈ പത്താൻകോട്ട് ആക്രമണത്തിന് മറുപടിയായി ബാലാക്കോട്ട് എടുത്തപ്പോൾ സ്വീകരിച്ച നടപടികളായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ സൈന്യത്തിന് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഉചിതമായ മറുപടി നൽകുന്നതിനുള്ള പൂർണ്ണ അധികാരം
സർക്കാർ നൽകി എന്നുള്ളതാണ്. അവിടെ ബാലാക്കോട്ടിൻ്റെ ആക്രമണം നടക്കുമ്പോൾ അത് ഒരു സർക്കാർ തല നടപടികളുടെ ഭാഗം കൂടിയായി എന്നുള്ളതായിരുന്നു പൊതുവിൽ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൈന്യത്തിന് പൂർണ്ണ ചുമതല നൽകി സൈന്യത്തിന് ഏത് രീതിയിലുള്ള മറുപടിയാണ് നൽകേണ്ടതെന്നുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകി. ആ നടപടികൾ എന്തൊക്കെയാണ് എന്ന് അവർ സർക്കാരിനെ പ്രധാനമന്ത്രിയെ അറിയിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രിക്ക് വിശദീകരണം നൽകുന്ന രീതിയിലുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് സൈന്യത്തിന് പൂർണ്ണമായും എല്ലാ നടപടികളും വിട്ടുകൊടുത്തുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. ആ പ്രിസിഷൻ, ആ വ്യക്തത, അതായത് സമ്മർദ്ദമില്ലാതെ തിരിച്ചടിച്ച വ്യക്തതയാണ് നമ്മൾ കണ്ടത്. 2 ആഴ്ച സമയമെടുത്തു, അതിന് കൃത്യമായ കേന്ദ്രങ്ങൾ കണ്ടെത്തി. അതിപ്പോൾ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായിട്ട് മാത്രമല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. 2008 മുംബൈ ആക്രമണം നടത്തിയത് തൊട്ട് ഇങ്ങോട്ട്, അതിന് മുമ്പും പിൻപോട്ടും ഉണ്ടായിട്ടുള്ള പല തീവ്രവാദി ആക്രമണങ്ങൾക്കും കാരണമായ പരിശീലനങ്ങൾ നടന്നിട്ടുള്ള ഈ പറയുന്ന പാകിസ്ഥാനിലുള്ള തീവ്രവാദി കേന്ദ്രങ്ങൾ നേരെയാണ്. ബാലാക്കോട്ട് ആക്രമണം POK-യിലായിരുന്നുവെങ്കിൽ ഇവിടെ POK-യിൽ മാത്രമല്ല പാകിസ്ഥാനിൽ ഇസ്ലാമാബാദ്, അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന് അടുത്തുവരെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള കേന്ദ്രങ്ങളെ തന്നെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള വ്യക്തമായ സന്ദേശം, ഇനിയും ഇത് ആവർത്തിക്കുമെന്നുള്ള വ്യക്തമായ തീരുമാനമാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ സൈനികത്തിൻ്റെ ഭാഗമായി എത്തിയവരും അതോടൊപ്പം തന്നെ വിദേശ മന്ത്രാലയത്തിൻ്റെ ഭാഗമായി എത്തിയവരും എല്ലാം വ്യക്തമാക്കുന്നത്. കൃത്യമാണ്, വളരെ സൂക്ഷ്മമായി നടത്തിയ ഒരു ആക്രമണം, പാകിസ്ഥാന് ഒരു തരത്തിലുള്ള കുറ്റം പറയാനുള്ള ഒരു പഴുതും കൊടുക്കാതെയുള്ള ആക്രമണം. കാരണം ഏതെങ്കിലും ഒരു സിവിലിയൻ കേന്ദ്രത്തിലേക്കോ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിലേക്കോ മറ്റോ ചെറിയ തോതിലെങ്കിലും ഈ ആക്രമണം ബാധിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രതികരണം ഇങ്ങനെയാകില്ലായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ആക്രമണം മറികടക്കാനും അവരുടെ ചെറുത്തുനിൽപ്പെന്ന രീതിയിൽ അവരുടെ രീതിയിലുള്ള പ്രചാരണം നടത്തിയത്. നമ്മുടെ വ്യോമസേന വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള വാർത്ത അവർ പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ പല സൈനിക കേന്ദ്രങ്ങളിലേക്കും പ്രത്യാക്രമണം നടത്തി എന്നുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, പഹൽഗാം ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിർത്തിയിൽ വെടിവെപ്പ് ലംഘന കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവർക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിലേക്കോ ഒന്നും ആക്രമിക്കാൻ സാധിച്ചിരുന്നില്ല. അതെല്ലാം ഇന്നലത്തെ നമ്മുടെ ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പടച്ചുവിടുന്ന പ്രചാരണ കഥകൾ മാത്രമാണ്. പക്ഷേ ഈ ആക്രമണത്തിന് മറുപടി പറയുക പാകിസ്ഥാന് എളുപ്പമല്ല എന്ന് തന്നെയാണ് തൽക്കാലം കരുതേണ്ടത്. 25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം. ഹർഷൻ, അത് തന്നെ നമ്മുടെ ഒരു സൈനിക ശേഷിയുടെ സൂചനയായി കാണാം എന്ന് തോന്നുന്നു അല്ലേ? 9 ഭീകര കേന്ദ്രങ്ങൾ 25 മിനിറ്റ് കൊണ്ട് തകർക്കുന്ന നിലയിലുള്ള ഒരു ഓപ്പറേഷൻ. തീർച്ചയായും ആ ഓപ്പറേഷൻ വളരെ കൃത്യതയുള്ളതായിരുന്നു. പക്ഷേ നേരത്തെ ശ്രീലാൽ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ എങ്ങനെ ഈ വിഷയം നമ്മൾ വിശദീകരിച്ചു, ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കൂടി ഈ കാര്യങ്ങൾ എടുത്തു വയ്ക്കുകയാണല്ലോ ലക്ഷ്മി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അതിർത്തി കടന്നുള്ള ഭീകരത കൊണ്ട് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ 350 സിവിലിയന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. വിശദമായി അതിൻ്റെ ദൃശ്യങ്ങളടക്കം അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം 600-ലേറെ സുരക്ഷാ ഭടന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ കാര്യമാക്കുന്നില്ല. അതിനപ്പുറത്ത് ഈ സിവിലിയന്മാർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. 350 പേർ ആ നിലയ്ക്ക് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. 800-ലേറെ പേർക്ക് പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം എണ്ണി എടുത്തു പറഞ്ഞ് ഈ ഭീകരരെല്ലാവരും, ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരെല്ലാവരും എവിടെ നിന്നാണ് എത്തിയതെന്നും ഇവർ പഠിച്ചിറങ്ങിയ സങ്കേതങ്ങൾ ഏതൊക്കെയാണ് എന്നും വിശദീകരിച്ചുകൊണ്ട് അവയെ മാത്രം ആക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക കൂടിയാണ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നേരെ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ സൈനിക കേന്ദ്രങ്ങളെയോ അതല്ലെങ്കിൽ അവിടുത്തെ സിവിലിയന്മാരെയോ ആക്രമിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നു. ആദ്യഘട്ടത്തിൽ എന്താണ് പാകിസ്ഥാൻ ചെയ്തത്? നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ വ്യാപകമായി നുണപ്രചാരണം അഴിച്ചു വിടുകയായിരുന്നു. അവിടുത്തെ സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ എണ്ണക്കണക്കൊക്കെ പലതായി തന്നെയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. തുടർച്ചയായി അവർ പിന്നീട് അതിനുശേഷം ഇന്ത്യൻ വിമാനങ്ങൾ 5 വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു. ആ നിലയ്ക്കൊക്കെയുള്ള പ്രചാരണങ്ങൾ അവർ നടത്തിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിനെല്ലാം പൊളിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ വളരെ കൃത്യതയോടെയുള്ള, സമചിത്തതയോടെയുള്ള, പക്വതയോടെയുള്ള നിലപാടാണ് ഇന്ത്യക്കുള്ളത് എന്നും ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഭീകരവാദികളെ മാത്രമാണെന്നും ആവർത്തിച്ച് പറഞ്ഞു വയ്ക്കാനാണ് തയ്യാറായിരിക്കുന്നത്. മുൻ സൈനിക മേധാവികളൊക്കെ ഇതിവിടെ അവസാനിക്കില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുന്നുണ്ടെങ്കിലും തീർച്ചയായും കരുതലോടെയുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഇന്ത്യ നടത്തുക എന്ന് തന്നെ വേണം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ.
ശ്രീലാൽ, നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? രണ്ട് ആണവ ശക്തികളാണ് മുഖാമുഖം നിൽക്കുന്നത്. അമേരിക്കയുടെ അടക്കമുള്ള രാഷ്ട്രങ്ങളൊന്നും തന്നെ, ട്രംപ് അടക്കമുള്ളവരൊന്നും തന്നെ അങ്ങനെ പൂർണ്ണമായും ഇന്ത്യക്ക് ആക്രമിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം വിട്ടുതരുന്നില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം, രണ്ടുപേരും ചേർന്ന് കാര്യങ്ങൾ പരിഹരിക്കണം എന്നുള്ള ഒരു പ്രതികരണത്തിലേക്കേ അവർ എത്തിയിട്ടുള്ളൂ. ഇസ്രയേൽ പോലുള്ള രാഷ്ട്രങ്ങളാണ് വളരെ കൃത്യമായി ഇന്ത്യക്ക് ആക്രമിക്കാനുള്ള ഒരു ശക്തിയുണ്ട്, അതല്ലെങ്കിൽ ഇന്ത്യക്ക് ആക്രമിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നത് അവർ മാത്രമാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പിന്തുണ ഈ തിരിച്ചടിക്കോ അതല്ലെങ്കിൽ ഒരു അതിർത്തി കടന്നുള്ള ആക്രമണത്തിനോ ഇന്ത്യക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത് കൃത്യമായി ഈ രണ്ട് ആണവ ശക്തികൾ മുഖാമുഖം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആവില്ലേ അത്തരത്തിലുള്ള ഒരു കരുതൽ ലോകശക്തികൾ കാണിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായും ലക്ഷ്മി, നോക്കൂ, ലോകശക്തികൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പോകണമെന്ന് ആശിക്കാത്ത ശക്തികൾ തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും അത് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞതുപോലെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ അനുവദിച്ചിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, രണ്ട്, അതിനെ പ്രതികരിക്കാനുള്ള നമുക്കുള്ള അധികാരം, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറയുകയുണ്ടായി. ലോകരാജ്യങ്ങളുടെ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം, ഇന്ത്യൻ പാകിസ്ഥാൻ എന്ന് മാത്രമല്ല ലക്ഷ്മി, നോക്കൂ, ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിനോ അതിന് ശേഷമുള്ള ചില സമയങ്ങളിൽ ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളൊന്നും തന്നെ അത് ഒരു യുദ്ധം കൊണ്ട് അവസാനിക്കുന്ന യുദ്ധങ്ങളായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട് തുടങ്ങിയിട്ടുള്ള യുദ്ധമുണ്ട്, ഈ പാകിസ്ഥാനും ഇറാഖും തമ്മിലുള്ള ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം. എത്ര നാൾ നീണ്ടു നിന്നു ആ യുദ്ധം? ഇറാഖ് അവസാനിക്കുന്നവരെയും ആ യുദ്ധം തുടർന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുവൈറ്റ് എന്ന ചെറിയ രാജ്യത്തെ ഇറാഖ് ആക്രമിച്ചപ്പോൾ ഉണ്ടായ ലോകക്രമത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. എന്തിന് വെറും റഷ്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ യുക്രൈൻ എന്ന് പറയുന്നൊരു ചെറിയ രാജ്യമാണ്. ആ യുദ്ധം തുടങ്ങുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധ വിദഗ്ധന്മാർ പോലും പറഞ്ഞിരുന്നത്, ഏതാണ്ട് ഒരു മാസം കൊണ്ട് തീരുന്ന യുദ്ധമായിരിക്കുമെന്ന്. എത്ര വർഷമായ യുദ്ധം തുടങ്ങിയിട്ട്? ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു യുദ്ധങ്ങളും അങ്ങനെ ഒരു യുദ്ധമായി അവസാനിക്കുന്നില്ല, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. അതിനുള്ള കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സഖ്യശക്തികളുണ്ട്, അവർക്ക് അനുകൂലമായ രാജ്യങ്ങളുണ്ട്, അവർക്ക് പ്രതികൂലമായ രാജ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു യുദ്ധം, ഒരു ഹൊറിസോണ്ടൽ യുദ്ധത്തിലേക്ക് മാറും. അതായത് ഒരു സ്ഥലത്ത് തുടങ്ങി അതിങ്ങനെ ഹൊറിസോണ്ടലായി വ്യാപിക്കുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ലോകക്രമമാണ് നമുക്കിന്നിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യയെ കടുത്ത പിന്തുണ നൽകുന്നതിന് കാരണം, റഷ്യയ്ക്ക് ഇന്ത്യയോട് വലിയ ആവശ്യങ്ങളുണ്ട്. റഷ്യയുടെ എണ്ണ ഇപ്പോൾ വാങ്ങുന്നത് നമ്മൾ മാത്രമാണ്. അതിന് പകരം റഷ്യയ്ക്ക് അരി അടക്കമുള്ള ഭക്ഷ്യസാധനങ്ങൾ പോകുന്നത് നമ്മുടെ രാജ്യത്തു നിന്നുമാണ്. റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ രൂപ നിരക്കിലുള്ള വിനിമയമാണുള്ളത്, ഡോളർ നിരക്കിലല്ല. ഇങ്ങനെയുള്ള വലിയ സഹായം റഷ്യയ്ക്ക് യുക്രൈൻ യുദ്ധം ചെയ്യുമ്പോൾ, നാറ്റോയുമായി റഷ്യ യുദ്ധം ചെയ്യുമ്പോൾ ഈ റഷ്യയ്ക്ക് ഇന്ത്യ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാലും ഞങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് റഷ്യ പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാൻ നമുക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? കാരണം ജപ്പാന് ചൈനയിൽ നിന്നുള്ള വലിയ ത്രെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഈ പറയുന്ന സൗഹൃദ രാഷ്ട്രങ്ങളും ചേരിതിരിഞ്ഞ രാഷ്ട്രങ്ങളും ഉള്ളിടത്തോളം കാലം ഒരു യുദ്ധം ഒരിക്കലും ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങളിൽ പല പ്രബല രാജ്യങ്ങളും ഈ പറയുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്നുള്ള നിലപാടെടുക്കുന്നത്. പക്ഷേ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇവർക്ക് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലെങ്കിലും സഖ്യം പിടിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴുള്ള ഈ എതിർപ്പുകൾ ഉണ്ടാകുന്നത്. അമേരിക്കയ്ക്ക് ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇതിൻ്റെ ഭാഗത്തൊരു ഒരു പക്ഷം പിടിക്കേണ്ടി വരും. പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഇന്ത്യ പിന്തുണയ്ക്കാനെത്തുന്നു, അല്ലെങ്കിൽ ചൈന പാകിസ്ഥാനെ പിന്തുണച്ചെത്തുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് തീർച്ചയായും അവരുടെ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ആ തലത്തിൽ ഒരു നിലപാടെടുക്കേണ്ടി വരും. അത് ചൈന പാകിസ്ഥാനെ അനുകൂലിക്കുകയാണെങ്കിൽ തീർച്ചയായും അമേരിക്കയ്ക്ക് ഇന്ത്യൻ പക്ഷത്ത് ചേരേണ്ടി വരും. ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം മാത്രമായിരിക്കില്ല, ഇറ്റ് വിൽ ബി എ ഹൊറിസോണ്ടൽ വാർ. അവിടെയാണ് പക്ഷം പിടിക്കലുകൾ വേണ്ടി വരുന്നതും, അവിടെയാണ് മുൻപ് യുദ്ധങ്ങൾ ഉണ്ടായതുപോലുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഭയം. അതിനോടൊപ്പം തന്നെ ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ നമ്മൾ അത് പറയുന്ന തലത്തിലേക്ക് അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന, എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായാൽ ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത്, പാകിസ്ഥാനല്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ഏതാണ്ട് മണ്ണ് വറുത്ത് കഴിച്ച് കാലം നിൽക്കുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിസന്ധി അതല്ല. നമ്മൾക്കൊരു യുദ്ധമുണ്ടായാൽ നമ്മുടെ ഒരു 20 വർഷം, ചെറിയ യുദ്ധമായാൽ പോലും 20 വർഷം പിന്നോട്ടടിക്കും. അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാഖ് യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്? അമേരിക്ക എന്തുകൊണ്ട് ഒരു അമേരിക്കൻ മണ്ണിലൊരു യുദ്ധം ചെയ്യാൻ തയ്യാറാകാത്തത്? അമേരിക്ക എല്ലാ യുദ്ധങ്ങളും അമേരിക്ക പുറത്തുപോയി ചെയ്തിട്ടുള്ള, അല്ലാതെ അമേരിക്ക സ്വന്തം മണ്ണിൽ യുദ്ധം ചെയ്യാൻ അമേരിക്ക ഒരു കാലം തയ്യാറായിട്ടില്ല. കാരണം അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ യുദ്ധം എന്നുള്ളത് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ
ആ യുദ്ധത്തെ പിന്തുണയ്ക്കാത്തത് എന്നുള്ളതുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വ്യക്തമായി പറയുന്നു, ഇതൊരു യുദ്ധമല്ല. ഇവിടെ നമ്മളെ പ്രതിരോധിക്കാനും നമുക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് മറുപടി നൽകാനുമുള്ള നമ്മുടെ പരമാധികാരമാണ് നമ്മൾ വിനിയോഗിച്ചത്. ആ തലത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഈ ഒരു പ്രത്യാക്രമണത്തെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹർഷൻ, ഒരു ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇന്ത്യയും പാകിസ്ഥാനും അത്തരത്തിലൊരു യുദ്ധ സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങിയാൽ എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ അമേരിക്കയുടെ നിലപാട് എടുത്തു പറയണം എന്ന് തോന്നുന്നു. മറ്റു പല കുഴപ്പങ്ങളും ട്രംപിന് പറയുമ്പോൾ പോലും ട്രംപ് ഒരു യുദ്ധവെറിയനല്ല എന്നുള്ളത് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിലും ട്രംപിൻ്റെ പ്രതികരണം സമാധാനത്തോടെ രണ്ടുപേരും കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണം എന്നുള്ള അമേരിക്കയുടെ നിലപാട്. അത് ഈ ഘട്ടത്തിൽ വലിയ ശ്രദ്ധേയമാണ് എന്ന് തോന്നുന്നു ഹർഷൻ. തീർച്ചയായും. അല്ല, ഇക്കാര്യത്തിൽ ട്രംപ് അടക്കം ഉള്ള ആളുകളുടെ കുറെ കൂടി കടുത്ത നിലപാട് തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കടുത്ത നിലപാട് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിനെതിരെ അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം ഒട്ടും ഭൂഷണമല്ല ലോകത്തിന് തന്നെ. കാരണം രണ്ട് ആണവ ശക്തികൾ തമ്മിലാണ് നേർക്കുനേർ നിൽക്കുന്നത്. അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഈ കാര്യങ്ങളിൽ പക്വമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം നമുക്കുണ്ട്. ഇവിടെ ആഭ്യന്തരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഈ ആക്രമണത്തിൽ തന്നെ ഇതിൽ സുരക്ഷാ വീഴ്ച എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. അത് ആഭ്യന്തരമായി നമ്മൾ ചർച്ച ചെയ്യും, അതിവിടെ പരിഹരിക്കും. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങൾ, നമ്മൾ എവിടെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ശ്രീലാൽ പറഞ്ഞതുപോലെ യുദ്ധം നമ്മുടെ ലക്ഷ്യമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ ലക്ഷ്യമിടുന്നത് ഭീകരവാദികളെ മാത്രമാണ്. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഭീകരവാദികളെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് എന്നത് എണ്ണി പറയുകയാണ് ലക്ഷ്മി. അതായത് ഇന്നിപ്പോൾ പറഞ്ഞത് കേട്ടു നോക്കൂ. ഈ ലക്ഷ്യങ്ങൾ കൃത്യമായി പറഞ്ഞത്, ഈ മുസാഫറാബാദിലെ സവായ് 4 ക്യാമ്പ് അത് ലഷ്കർ ഇ തൈബയുടെ പരിശീലന കേന്ദ്രമായിരുന്നു എന്നാണ് സൂക്ഷ്മമായി പറയുന്നത്. 2024 ഒക്ടോബർ 20 സോൻമാർഗിൽ നടന്ന ആക്രമണം, 2024 ഒക്ടോബർ 24 ഗുൽമാർഗിൽ നടന്ന ആക്രമണം, 2025 ഏപ്രിൽ 22 പാൽഗാമിൽ നടന്ന ആക്രമണം, ഇവിടെയെല്ലാം ആക്രമണം നടത്തിയ ഭീകരവാദികൾ മുസാഫറാബാദിലെ സവായ് 4 ക്യാമ്പിലാണ് പരിശീലനം നേടി പുറത്തിറങ്ങിയത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആ കേന്ദ്രം ഞങ്ങൾ ഇതാ തകർത്തിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ മുസാഫറാബാദിലെ സൈദിന ബിലാൽ ക്യാമ്പ്, ഇത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു സ്റ്റേജിങ് ഏരിയയാണ്. അവിടെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കാട്ടിലെ അതിജീവനം എങ്ങനെ വേണമെന്ന് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണിത്. അത് കൃത്യമായി പറയുകയാണ്. അതിൻ്റെ തെളിവ് സഹിതം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ കേന്ദ്രം ഇതാ മുസാഫറാബാദിലെ സൈദിന ബിലാൽ ക്യാമ്പ് ഞങ്ങൾ തകർത്തിരിക്കുന്നു. ഒപ്പം കോട്ട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ്, അതായത് ഈ ജമ്മുവിലെ രജൌരി പുഞ്ച് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബ പ്രവർത്തകരുടെ ബേസ് ക്യാമ്പാണ് ഇപ്പോൾ ഈ പറയുന്ന കോട്ട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ്. 2023 ഏപ്രിൽ 20-നും 2024 ജൂൺ 9-നും പൂഞ്ചിൽ നടന്ന ആക്രമണങ്ങൾ നടത്തിയത് ഇവിടെ പരിശീലനം സിദ്ധിച്ച തീവ്രവാദികളാണ്. അതുകൊണ്ട് ആ ക്യാമ്പ് ഞങ്ങൾ കോട്ട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ് തകർത്തിരിക്കുന്നു. അപ്പം ഭീംബറിലെ ബർണാല ക്യാമ്പ്, ഇത് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും കാട്ടിലെ അതിജീവന പരിശീലനത്തിനും വേണ്ട കേന്ദ്രമാണ്. അതും ഞങ്ങൾ തകർത്തിരിക്കുന്നു. കോട്ട്ലിയിലെ അബ്ബാസ് ക്യാമ്പ്, ലഷ്കർ തോയ്ബയുടെ ഫിദായിൻ ഇവിടെയാണ് ഒരുക്കുന്നത്. 15 തീവ്രവാദികളെയാണ് ഈ ഒരൊറ്റ കേന്ദ്രത്തിൽ പരിശീലിപ്പിച്ച് സാധാരണ പുറത്തിറക്കുക. ആ ക്യാമ്പ് ഞങ്ങൾ ആക്രമിക്കുന്നു. അപ്പം ഈ പഹൽഗാമിൽ നടന്ന ഒരാക്രമണം മാത്രമല്ല, അതിനപ്പുറത്ത് വിവിധ ആക്രമണങ്ങൾ, ഇതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ 2024 ഒക്ടോബർ 20-നൊക്കെ നടന്ന ആക്രമണം, അതിനുമപ്പുറത്ത് 2008-ലെ മുംബൈ ഭീകരാക്രമണം, അവിടുത്തെ ഇത് ഈ രണ്ടുപേരും, അതായത് അജ്മൽ കസബും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഒക്കെ പരിശീലനം സിദ്ധിച്ചിറങ്ങിയ കേന്ദ്രമടക്കം, അത് പാകിസ്ഥാൻ അതിർത്തിക്ക് ഉള്ളിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രമാണ്. ആ ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രവും തകർത്തിരിക്കുന്നു. മർക്കസ് തയ്യബ് തകർത്തിരിക്കുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രീക്കിലെ, അതായത് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലുള്ള ആ കേന്ദ്രം തകർത്തിരിക്കുന്നു. അപ്പോൾ പറയുമ്പോൾ ഇതെല്ലാം വിവിധ ആക്രമണങ്ങൾ മുമ്പ് പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ള ഭീകരകേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ ഈ ഒരൊറ്റ ആക്രമണത്തിലൂടെ, വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നു എന്ന് സേനയ്ക്ക് പറയാൻ പറ്റുന്നു. അതുമാത്രമല്ല, ഇന്ത്യൻ സേനയുടെ ശേഷി എന്താണ് എന്ന് വിശദീകരിക്കാൻ തക്കവണ്ണമാണ് ഇന്നിപ്പോൾ ആ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പല യുദ്ധങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യ മുമ്പ് നടത്തിയ പല ആക്രമണങ്ങളെക്കുറിച്ചുമോ അല്ലെങ്കിൽ ചെറിയ സംഘർഷങ്ങളെക്കുറിച്ചോ അതുമല്ലെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചോ വിശദീകരിക്കുമ്പോൾ ഇത്രയും സൂക്ഷ്മമായി ഈ വിവരങ്ങൾ മുമ്പും നമ്മൾ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ കൃത്യമായി എവിടെയാണ് ആക്രമിച്ചതെന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന് നേരത്തെ ശ്രീലാൽ പറഞ്ഞ പോലെ ഒരു യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നത് ആവർത്തിച്ച് ഇന്ത്യ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതിനപ്പുറം നമ്മൾ
ലക്ഷ്യമിടുന്നത് ഭീകരവാദികളാണ്. അവരെ തുരത്തി നമ്മൾ പാകിസ്ഥാനിലെത്തണമെങ്കിൽ പാകിസ്ഥാനിലെത്തിയും അവരെ ആക്രമിക്കും എന്നത് തന്നെയാണ് കൃത്യമായി ഇന്ത്യ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ 9 ഭീകര കേന്ദ്രങ്ങളെ മറ്റ് ചുറ്റുവട്ടത്തുള്ള ഒന്നിനും കേടുപാടില്ലാതെ തകർത്തിരിക്കുന്നു എന്നുള്ളത്, അത് ദൃശ്യങ്ങൾ സഹിതം കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യൻ സേനയുടെ വിജയം തന്നെയാണ്. അത് ഇന്ത്യക്കാർക്ക് മുന്നിൽ മാത്രമല്ല, ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യ അത് കാണിച്ചു കൊടുക്കുന്നു. വെറും 25 മിനിറ്റ് കൊണ്ട് 9 ഭീകരവാദ കേന്ദ്രങ്ങൾ എങ്ങനെ തകർത്തു എന്നുള്ളതാണ് അവർ ഇപ്പോൾ വിശദീകരിച്ചത് അല്പസമയം മുമ്പ്. ശ്രീലാൽ, അസീം മുനീറിനെ പോലെ ഒരു സൈനിക മേധാവി, അവിടെ പാകിസ്ഥാനിൽ ഒരു സർക്കാരുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ സൈന്യത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. സൈന്യമാകട്ടെ കൃത്യമായും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. നമ്മൾ ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അല്ല ആക്രമിച്ചത് എന്ന് പറയുമ്പോഴും അത് അവിടുത്തെ സൈന്യത്തിന് കൊടുത്ത തിരിച്ചടി, അത് ആ രാജ്യത്തിന് കൊടുത്ത തിരിച്ചടി അത്രയും വലുതാണ് എന്നുള്ള കാര്യം, അത് അവർക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഏത് തരത്തിൽ ആയിരിക്കും ഇനി അവിടെ നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കേണ്ടത്? ഈ നിയന്ത്രണ രേഖ കടന്നുള്ള അവിടെയുള്ള പ്രകോപനം മാത്രമായിരിക്കുമോ, അതോ അതൊക്കെ മേലെ ചെയ്യുവാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ? എന്താണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് ശ്രീലാൽ? ലക്ഷ്മി, നോക്കൂ, അതിർത്തിയിൽ ഇപ്പോൾ തുടരുന്ന ഈ സൈനിക നടപടിക്ക് അപ്പുറത്തേക്ക്, അതായത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള നടപടിക്ക് അപ്പുറത്തേക്ക് പെട്ടെന്ന് പാകിസ്ഥാനെ കടന്ന് ആക്രമിക്കുക എളുപ്പമാകില്ല. കാരണം നമ്മൾക്ക് പറയാൻ കാരണമുണ്ട്. നമ്മൾ പറയുന്നത് പാകിസ്ഥാനിൽ തീവ്രവാദി ക്യാമ്പുകളിലെ ബിൽഡിംഗ് നമ്പർ അടക്കം അവിടെ ഓരോ ക്യാമ്പിലും എത്ര പേർക്ക് പരിശീലനം നൽകാൻ ഉള്ള ശേഷിയുണ്ട്, അവിടെ പരിശീലനം നൽകിയ തീവ്രവാദികൾ ഇവിടെ വന്ന് ഏതൊക്കെ ആക്രമണങ്ങൾ നടത്തി, ആ ആക്രമണങ്ങളിൽ എത്ര പേർ ഇന്ത്യക്ക് നഷ്ടമായി, ആ ആക്രമണം കൊണ്ട് തന്നെ ഇന്ത്യക്ക് എത്രത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്ത്യ ആ പറയുന്നത് ലോകരാജ്യങ്ങൾ കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് പാകിസ്ഥാൻ്റെ സിവിൽ ഭരണകൂടത്തോടും സൈനിക ഭരണകൂടത്തോടും വ്യക്തമായി പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ നിങ്ങളുടെ വ്യോമ അതിർത്തി കടന്നിട്ടില്ല, നിങ്ങൾക്ക് ഒരു യുദ്ധത്തിനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ അതിനൊപ്പം തന്നെ ഇന്ത്യ വ്യക്തമായി പറയുന്ന 2 വാക്കുകൾ, ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന 2 വാക്കുകളുണ്ട്. അതിൽ ഒന്ന് റെസ്പോണ്ട് ആൻഡ് 2 പ്രിയംപ്റ്റ്, പ്രതിരോധിക്കുക, അതോടൊപ്പം തന്നെ തിരിച്ച് നടപടിയെടുക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ കടന്നു വന്ന് ദൃശ്യം സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് നടത്തിയ ഒരു ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കഴിവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ഇതിനെ വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയല്ല. ഇതിപ്പോൾ രോഗക്രമമാണ്. അതായത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, കഴിവുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ ഈ തീവ്രവാദികളെ പിന്തുടർന്ന് അതിർത്തിക്ക് അപ്പുറത്തേക്ക് പിന്തുടർന്ന് അവരെ തകർക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നത് ലോകക്രമത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇസ്രയേൽ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അതും വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ 15 ദിവസം നമ്മൾ കാത്തത് ഈ പറയുന്ന ക്യാമ്പുകൾ അവർ പാകിസ്ഥാൻ തന്നെ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. പക്ഷേ അവർ അത് ഇല്ലാതാക്കിയില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രതിരോധിക്കുകയും ആ തീവ്രവാദി ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ ആക്രമണങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടാകുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയതെന്ന് വ്യക്തമായി ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ലോകത്തോടും പാകിസ്ഥാനിലെ 2 തരത്തിലുള്ള ഭരണകൂടങ്ങളോടും, അതായത് അവിടുത്തെ സിവിലിയൻ ഭരണകൂടം പേരിന് മാത്രമാണെങ്കിലും അവരോടും സൈനിക ഭരണകൂടത്തോടും പറയുന്നുണ്ട്. കശ്മീരിലെ ജനത ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം കശ്മീരിലെ ജനത ഇന്ത്യക്കൊപ്പമാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ കൊണ്ട് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇങ്ങനെ എല്ലാ തലത്തിലും പാകിസ്ഥാൻ ആണ് ഇതിന് ഉത്തരവാദി. അവർ നടപടിയെടുക്കാത്തത് കൊണ്ട് നമ്മൾ നടപടിയെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ ലോകത്തിന് വ്യക്തമാക്കിയ ശേഷമാണ് നമ്മളിപ്പോൾ ഈ നടപടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്താനാകില്ല. പിന്നീട് ഇനി അവിടെ പാകിസ്ഥാനിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, അവിടെ നേരത്തെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഈ പട്ടാള ജനറൽ അദ്ദേഹം അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം. പാകിസ്ഥാൻ സിവിലിയൻ ഭരണകൂടം ഇപ്പോൾ തന്നെ വളരെ ദുർബലമാണ്. അവിടുത്തെ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധത ഇപ്പോൾ അവിടെ കാര്യമായി കച്ചവടം നടക്കുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. 2, അവരുടെ സാമ്പത്തിക ശേഷി അത്രത്തോളം മോശമാണ്. അവർക്ക് ഈ ഭാഗത്ത് മാത്രമല്ല, അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ മറുഭാഗത്ത് വളരെ കാര്യമായി നിലനിൽക്കുന്നുണ്ട്. അത് മറികടക്കാനുള്ള സൈനികർക്കുള്ള അതിനുള്ള അവർക്കുള്ള സഹായം പാകിസ്ഥാൻ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതി. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഏറ്റവും വലിയ പരാതി. അത്തരം പ്രതിസന്ധികൾ വേറെ നിൽക്കുമ്പോൾ ഇന്ത്യയിലോട്ട് കടന്നാക്രമിക്കുക എന്നുള്ളത് അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് പോകുക എന്നുള്ളത് പാകിസ്ഥാൻ ചെയ്യുമെന്ന്
ഒരു തരത്തിലും നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പാകിസ്ഥാൻ ഒരുപക്ഷേ അതിർത്തിയിലെ ഈ സംഘർഷം കൂടുതൽ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയേക്കും. പക്ഷേ അവിടെയും ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് വടക്കേ ഇന്ത്യയിൽ കടുത്ത ചൂടാണ്. രാജസ്ഥാനിൽ അതിർത്തിയുണ്ട്, ഗുജറാത്തിൽ അതിർത്തിയുണ്ട്, ഒപ്പം തന്നെ മറ്റ് പഞ്ചാബിൽ അതിർത്തിയുണ്ട്. ഇവിടെയെല്ലാം സൈനിക വിന്യാസം നടത്തി കടന്നാക്രമിക്കുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇനിയുള്ള ഈ പറയുന്ന കാലാവസ്ഥ അനുകൂലമല്ല എന്നുള്ളത്. കാരണം ജൂൺ ജൂലൈ വരെയും കടുത്ത ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സൈനിക മുന്നേറ്റം എന്നുള്ളത് തൽക്കാലം ഈ പറയുന്ന സൈനിക വിദഗ്ധർ പോലും കാണുന്നില്ല. എന്തായാലും പാകിസ്ഥാൻ്റെ പ്രതികരണമാണ്. അത് ഏത് രീതിയിലാകുമെന്നുള്ളത്, അത് എങ്ങനെയാകുമെന്നുള്ളതും അതിൽ ഈ തീവ്രവാദികളെ കൂട്ടുപിടിച്ചുള്ള നടപടികൾ ആകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം.